കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹം കുടുംബവുമൊത്ത് ഹൈദരാബാദിലേക്ക് പോവുകയും അവിടെ നിന്ന് പിന്നീട് കശ്മീരിലേക്ക് പോവുകയും ചെയ്തത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ആക്രമണം നടന്ന സ്ഥലത്ത് അദ്ദേഹം മകളുമായി ട്രക്കിങ്ങിന് വേണ്ടി എത്തിയത്. ഭാര്യ ഉണ്ടായിരുന്നു, പക്ഷേ ഭാര്യ അവിടെ ഉണ്ടായിരുന്നില്ല. ഭാര്യ വാഹനത്തിനകത്താണ്. ഇതിനിടയിൽ ആക്രമണം നടക്കുമ്പോൾ മകൾക്ക് മുമ്പിൽ വെച്ചാണ് അദ്ദേഹത്തിന് നേരെ നിറയൊഴിച്ചതെന്നാണ് ആ മകളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധു പറഞ്ഞത്. ആ കുട്ടികളടക്കമുള്ള ആളുകളുടെ മുൻപിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. നിരായുധനായ നിസ്സഹായരായ ഏകദേശം 28ഓളം വരുന്ന ആളുകളാണ് ആ കശ്മീരിലെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാമചന്ദ്രൻ്റെ വിയോഗം കൂടി നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പക്ഷേ ഇത്തരത്തിൽ രാജ്യത്തുടനീളം നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി കിരിത്തോട് സ്വദേശി സൗമ്യയ്ക്കൊക്കെ ജീവൻ നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് ഒരു രാജ്യത്ത് തന്നെ നടക്കുന്ന ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു മലയാളിക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ കേട്ടുകേൾവില്ലാത്തതാണ്. അതും വളരെ അപ്രതീക്ഷിതമായി ഒരു സംഭവം. ജീവിതം, അതായത് കൊച്ചുമക്കൾക്കും മകൾക്കും ഭാര്യയ്ക്കും ഒപ്പം ഈ അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി കശ്മീരിലേക്ക് പോയതാണ്. കഴിഞ്ഞ ആഴ്ച ഈ വീടിന് സമീപത്തുള്ള ഒരാൾ കശ്മീരിൽ പോവുകയും അവിടെ നിന്ന് തിരിച്ചു വന്ന അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതായത് കശ്മീരിൽ നിങ്ങൾ പോകണം, അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അയൽവാസി. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള ഒരു ഓപ്പറേറ്ററെ വിളിച്ച്, അവിടെയുള്ള ഒരു ഗൈഡിനെ വിളിച്ച് എല്ലാം ശരിയാക്കി അദ്ദേഹം കുടുംബസമേതം അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ ആ യാത്ര പൂർണ്ണ സന്തോഷത്തിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, അത് അതീവ ദുഃഖത്തിലേക്ക് ആ കുടുംബത്തിനെയും നമ്മുടെ നാടിനെയും ഒക്കെ കൊണ്ടുപോകുന്ന കാഴ്ചയും വാർത്തയും ഒക്കെയാണ് പിന്നീട് പുറത്തേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇവിടെ നിന്ന് നേരെ റിനെ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ആളുകൾക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചില ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടും ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടെർമിനൽ നിലവിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ തന്നെ പൂർത്തിയാകും. അതിനുശേഷം ഇവിടെ നിന്ന് മൃതദേഹം റിനെ മെഡിസിറ്റിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാകുന്നത്. വീട്ടിലേക്ക് ഇന്ന് കൊണ്ടുപോകേണ്ടത് എന്നാണ് തീരുമാനം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവർ ആ വീട്ടിലുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്, സംസാരിച്ചതാണ്. അവർക്കൊക്കെ താങ്ങാൻ പറ്റാതിരുന്നതിനും അപ്പുറമാണ് ആ വേദന. കാരണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എപ്പോഴും സൗമ്യ മുഖത്തോടുകൂടി ചിരിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്ത് പ്രതിസന്ധിയും ഘട്ടങ്ങളിലും ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ അതിൻ്റെ ഒരു വേർതിരിവോ ചേരുതിരിവോ ഒന്നുമില്ല. ആരൊരു പ്രശ്നവുമായി അദ്ദേഹത്തിന് മുൻപിലേക്ക് എത്തിയാലും ഒരു സൊല്യൂഷൻ അദ്ദേഹം പല ഘട്ടങ്ങളിലും ആ സൊല്യൂഷൻ നൽകാറുണ്ടായിരുന്നു. മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ ആംബുലൻസ് എത്തിച്ചിരിക്കുകയാണ്. ആംബുലൻസിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അവസാന വട്ടം, അതായത് അവസാന നോക്ക് അദ്ദേഹത്തെ ഇവിടെ വെച്ച് ഈ എയർപോർട്ടിൽ വെച്ച് അവസാനം നോക്കി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങോട്ട്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളൊക്കെ വരുന്നത്. അതിദാരുണമായ സംഭവം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരുപക്ഷെ ഒരു നടുക്കുന്ന ഒരു കറുത്ത ദിനമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. അത്രയും ഭയാനകമായ, ഒരുപക്ഷെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം നിസ്സഹായരായ സാധാരണക്കാർക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം വേറെ ഉണ്ടായിട്ടുണ്ടോ, ജീവൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അത് ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേറെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അവിടെ വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ജീവിതത്തോട്, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമായ നിമിഷങ്ങൾ അവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായ 4 പേർ തോക്കുധാരികളായി എത്തുന്നു. അവർ പേര് ചോദിച്ച ശേഷം അവരെ വെടിവെക്കുന്നു. അങ്ങനെ ജീവൻ നഷ്ടമാകുന്ന ചിത്രങ്ങളൊക്കെ, നാവികൻ്റെ അടുത്തിരിക്കുന്ന ആ പങ്കാളിയുടെ ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചടികളൊക്കെ ഇനി കൊടുക്കുക കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു. നേരത്തെ തന്നെ പറഞ്ഞാണ് ചെറിയ പൊതുദർശനം നെടുമ്പാശ്ശേരിയിൽ ഉണ്ടാവുകയുള്ളൂ. അത്യാവശ്യം അടുത്ത സുഹൃത്തുക്കൾക്ക്, രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിനൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു ഹ്രസ്വ പൊതുദർശനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയൻ രാമചന്ദ്രൻ മൃതദേഹമാണ് അല്പസമയം മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. കളക്ടറും ജനപ്രതിനിധികളും അടങ്ങുന്ന സംഘമാണ് വിമാനത്താവളത്തിൽ എത്തിച്ചത്. കളക്ടറും ജനപ്രതിനിധികളും അടങ്ങുന്ന സംഘമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഇന്നും നാളെയും മോർച്ചറിയിൽ സൂക്ഷിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. റെനെ മെഡിസിറ്റിയിലേക്കാണ് ഈ ആംബുലൻസിൽ എൻ രാമചന്ദ്രൻ മൃതദേഹം കൊണ്ടുപോവുക. വെള്ളിയാഴ്ചയാണ് സംസ്കാരം. വെള്ളിയാഴ്ച രാവിലെ
7 മുതൽ 9 വരെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനമുണ്ട്. 9 വീട്ടിലേക്ക് എത്തിക്കുന്നു. 12 മണിക്ക് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കാരം. വലിയ വേദന ഉണ്ടാക്കുന്ന കാഴ്ച തന്നെ. ഒരു ഘട്ടത്തിൽ നമുക്ക് ഏതെങ്കിലും മലയാളി അതില്ലെങ്കിൽ ആശ്വാസം എന്നും പറയുക സാധ്യമല്ലെങ്കിൽ കൂടിയും രാജ്യത്തിൻ്റെ ഏത് പൗരന്മാരും നമ്മുടെ വേദനയാണെന്ന് പറയുമ്പോൾ പോലും ആദ്യഘട്ടത്തിൽ അവിടെ മലയാളി സംഘങ്ങൾ എങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റവരിലോ കൊല്ലപ്പെട്ടവരിലോ മലയാളികളില്ല എന്നതായിരുന്നു ആദ്യം വന്ന വാർത്ത. പിന്നീടാണ് എൻ രാമചന്ദ്രൻ്റെ കാര്യം വന്നത്. ദുബായിൽ നാട്ടിലെത്തിയതാണ്. മകൾക്കും പേരക്കുട്ടികൾക്കും വളരെ സന്തോഷത്തോടു കൂടി, മകൾക്കും പേരക്കുട്ടികൾക്കും ഭാര്യയ്ക്കുമൊപ്പം വളരെ സന്തോഷത്തോടെ പേരക്കുട്ടികൾക്കൊപ്പം വിനോദയാത്ര പോവുക എന്നൊക്കെ പറയുന്ന അത്രത്തോളം ആനന്ദകരമാണ്. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ ആണ് ജമ്മു കാശ്മീരിലേക്ക് എൻ രാമചന്ദ്രൻ യാത്ര തിരിക്കുന്നത്. ഉച്ചയോടെയാണ് പഹൽഗാമിലെത്തിയത്. മകളും പേരക്കുട്ടികളും ഒക്കെ നോക്കി നിൽക്കെ രാമചന്ദ്രൻ വെടിയേറ്റ് മരിച്ചു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പേരക്കുട്ടികളുടെ കണ്ണിൽ, മകളുടെ കണ്ണിലൊക്കെ എത്ര നാൾ ട്രോമ നിൽക്കും എന്ന കാര്യമൊക്കെ അചിന്ത്യമാണ്, ഓർത്താൽ സങ്കടവുമാണ്. വിഷ്ണു സുരേഷ് തുടർന്ന്. വിഷ്ണു, ഇപ്പോൾ ഈ ചെന്നൈ മെഡിസിറ്റിയിലേക്കാണോ ഈ ആംബുലൻസിൻ്റെ യാത്ര? കാശ്മീർ ഇനൈ മെഡിസിറ്റിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്നാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. അതുകൊണ്ട് നാളെ രാത്രിയോടുകൂടി മാത്രമേ അദ്ദേഹം എത്തുകയുള്ളൂ. അതിനുശേഷം പൊതുദർശനമടക്കമുള്ള നടപടിയിലേക്ക് പോയാൽ മതി എന്നാണ് കുടുംബം എടുത്തിരിക്കുന്ന തീരുമാനം. ഇങ്ങനെയാണ് അത് ചാർട്ട് പ്രകാരം തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം നടത്തും. അതിനുശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും. അവിടെയാണ് ഈ ബാക്കി പൂജയും ചടങ്ങും നടപടികളുമൊക്കെ നടത്തുക. അതിനുശേഷം ഇടപ്പള്ളി മൃതദേഹം സംസ്കരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും മകളും വിദേശത്താണ്. മകൾ 2 ആഴ്ച മുമ്പ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ദുബായിലാണ് മകളുള്ളത്. മകളുടെ കൊച്ചുമക്കൾക്കും മകൾക്കും ഭാര്യയ്ക്കുമൊപ്പമാണ് അദ്ദേഹം കാശ്മീരിലേക്ക് പോയത്. മകൻ ഈ വിവരമറിഞ്ഞ് ഇന്ന് എത്തിയിട്ടുണ്ട്. ഇനി എത്താനുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ജ്യേഷ്ഠനാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ജ്യേഷ്ഠനാണ്. അദ്ദേഹം 2 ദിവസത്തിന് മുൻപാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിനുമൊക്കെ അപ്പുറമാണ്. അദ്ദേഹം എന്തായാലും എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് സംസ്കാര ചടങ്ങുകൾ 1 ദിവസം കൂടി നീട്ടി വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കുടുംബം. നിലവിൽ ഈ മൃതദേഹം മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഒരു 10-20 മിനിറ്റോളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. സിയാലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി നേരെ ഇറങ്ങിയ മെഡിസിറ്റിൽ കൊണ്ടുപോകും. അദ്ദേഹം ഒരു BJP പ്രവർത്തകനായിരുന്നു. അദ്ദേഹം പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു മനുഷ്യനായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ട രാമചന്ദ്രൻ ചേട്ടനായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ആ അപകടമുണ്ടായ സമയത്തൊക്കെ ഇന്നലെ രാത്രി തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ആ വീട്ടിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ ആളുകളൊക്കെ ആയിട്ടുണ്ടായിരുന്ന അദ്ദേഹം പുലർത്തിയിരുന്ന സൗഹൃദവും സ്നേഹവും ഒക്കെ ആണ് അത്തരം ഇപ്പോൾ ഇന്ന് ഇവിടെ ഈ കുറച്ച് സമയത്തുണ്ടായിരുന്ന തിരക്കിന് പോലും കാരണം. അദ്ദേഹം ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ അടയാളം തന്നെയാണ് ഈ കൂട്ടായ്മ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വലിയ സങ്കടം അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത, അതായത് വലിയ സന്തോഷത്തോടുകൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ ഇവിടെ കശ്മീരിലേക്ക് പോവുകയാണ്, മകൾക്കും കുട്ടികൾക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഒപ്പമൊക്കെ പോയി ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് പറയുന്ന കശ്മീരിൽ പോയി ആ സ്വർഗമൊന്ന് കാണാൻ വേണ്ടി അവിടെ പോയി കുടുംബക്കാരും ഒത്തൊന്ന് സന്തോഷിക്കാൻ വേണ്ടി പോവുകയാണെന്ന് അദ്ദേഹം നിരവധി തവണ എല്ലാവരോടും പറഞ്ഞ ശേഷമാണ് ഇവിടെ നിന്ന് പോയത്. പക്ഷേ അങ്ങനെ സംഭവിച്ചത് മറ്റൊന്നാണ്. നമുക്കറിയാം ആ കാര്യം. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ മകളുടെ മുൻപിൽ വെച്ച് പേര് ചോദിച്ച ശേഷം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ഇതുവരെ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. അവർക്കുണ്ടാകുന്നൊരു ട്രോമ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്താണ്. നേരത്തെ ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ട്രോമയെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ വെച്ച് അത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ട്രോമയെക്കുറിച്ചൊക്കെ ഇവിടെയും സമാനമാണ്. മകളുടെ മുൻപിൽ വെച്ചാണ് പിതാവിനെ തുരുതുര വെടിയുതിർത്ത് കൊലപ്പെടുത്തിയത്. അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാഴ്ച കൂടിയാണത്. അത് ആ കുടുംബം അവർക്ക് എങ്ങനെ അത് താങ്ങാനാകും, അല്ലെങ്കിൽ ആ ട്രോമ എന്ന് അവരുടെ മനസ്സിൽ നിന്ന് പോകും എന്നുള്ള കാര്യത്തിൽ ഒക്കെ അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പറയുമ്പോൾ കുഞ്ഞു മനസ്സാണ് ഈ പറയുന്ന എന്താണ് ബ്ലോട്ടിംഗ് പേപ്പർ പോലെ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന വാക്കുകളൊക്കെ ഒപ്പിയെടുക്കുന്ന മനസ്സാണല്ലോ. അവരുടെ മുന്നിലെ അവർ കണ്ട കാഴ്ച എന്ന് പറഞ്ഞ കൗൺസിലിംഗ് അടക്കം ആവശ്യമുള്ള രീതിയിലേക്ക് ആ കുഞ്ഞുങ്ങളെ പരുവപ്പെടുത്തി എടുക്കേണ്ടി വരും. ഓർത്തു നോക്കൂ, ഒരു മകളുടെ കാര്യം,
മകളുടെ സ്വന്തം പിതാവിനെ സന്തോഷം മാത്രം ആഗ്രഹിച്ച് എന്ന് പറഞ്ഞൊരു ഒരു ഫുൾ കുടുംബമാണല്ലോ. അപ്പൂപ്പൻ, പേരക്കുട്ടി, മകൾ, ഭാര്യ എന്നൊക്കെ പറയുന്ന ഒരു കുടുംബത്തിൻ്റെ ഫുൾ യൂണിറ്റ് ദുബായിൽ നിന്നൊക്കെ വന്ന് തിരക്കുകളിൽ നിന്നൊക്കെ മാറി സമാധാനമായി ശാന്തമായി ഒന്ന് ആഘോഷിക്കാം അല്ലെങ്കിൽ ഒന്ന് സന്തോഷിക്കാം എന്ന് കരുതി പോകുന്നതാണല്ലോ. ആ സന്തോഷം ഇത്തരത്തിൽ വലിയ ദുരന്തമായി മാറുന്നത് നമുക്ക് പോലും കേട്ടിരിക്കാനോ കണ്ടിരിക്കാനോ ആവുന്നില്ല. അപ്പോൾ പിന്നെ ആ പാവം കുടുംബത്തിൻ്റെ കാര്യം പറയണോ? അത് ഓർക്കാൻ വയ്യ. അത് ഈ രാത്രിയുടെ മാത്രമല്ല, ഈ കാലത്തിൻ്റെ അങ്ങേയറ്റത്തെ വേദനയാണ് അവിടെ കണ്ട കാഴ്ചകൾ.